നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബജറ്റ് പാസാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അവർ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലും ബജറ്റ് പാസാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എതിർപ്പുകൾ ഉണ്ടായാലും PMBY പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമെന്നും ബജറ്റ് പാസാക്കി മേയർ VV രാജേഷ് പറഞ്ഞു. ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ബില്ലുകൾ വൈകിപ്പിക്കുന്നുവെന്നും ഭരണസമിതി പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതര ആരോപണമാണ് ബജറ്റ് ചർച്ചയ്ക്കിടെ മേയർ VV രാജേഷ് മുന്നോട്ട് വെച്ചത്. കൗൺസിലർ R ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസും ബജറ്റിനെ കുറിച്ച് KS ശബരിനാഥൻ നടത്തിയ ടോയ്ലറ്റ് പേപ്പർ എന്ന പ്രസ്താവന, ഇതെല്ലാം വലിയ ബഹളത്തിലേക്ക് കോർപ്പറേഷൻ വലിയ ബഹളത്തിന് കാരണമായി. ബജറ്റിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതിനിടെ ഡെപ്യൂട്ടി മേയർ സീറ്റിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഇടത് കൗൺസിൽ അംഗങ്ങളും ചർച്ചയ്ക്കിടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ബജറ്റിലെ പിഴവുകൾ തിരുത്തി ഭേദഗതി ചെയ്തു. കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടിയ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തു. വിവിധ പദ്ധതികളിൽ തുക കൂട്ടി വകയിരുത്തിയതായും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞു. കൗൺസിലർ ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസ് ബജറ്റ് ചർച്ചയ്ക്കിടെ UDF കൗൺസിലർമാരായ R ഹരികുമാർ, KS ശബരിനാഥൻ, മേരി പുഷ്പം എന്നിവർ ഉന്നയിച്ചു. ഇതോടെ BJP കൗൺസിലർമാർ അതിനെ എതിർത്തു. പക്ഷേ വിഷയം ചർച്ച ചെയ്യണമെന്ന നിലപാടിലായിരുന്നു UDF കൗൺസിലർമാർ. തുടർന്ന് ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ച് UDF കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റിൽ PMBY പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ സഹായിക്കാമെന്ന് ചിലർ പറഞ്ഞതായി മേയർ കൗൺസിലിൽ പറഞ്ഞു. എന്നാൽ CPMന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് മേയറുടെ പ്രഖ്യാപനത്തെ പരിഹസിച്ചു. പിന്നീട് ഡെപ്യൂട്ടി മേയർ സീറ്റില്ലാത്തതിനെ ചൊല്ലി ഇടതുപക്ഷ കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് SP ദീപക് ചർച്ച പകുതിയിൽ അവസാനിപ്പിക്കുകയും കൗൺസിലർ K ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇടത് കൗൺസിലർമാർ ചർച്ച ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ബജറ്റ് ചർച്ചയ്ക്കിടെ മേയറുടെ മേൽവിലാസത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു കത്ത് കിട്ടിയെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കുള്ള അംഗീകാരമായിട്ടാണ് കത്തിനെ കാണുന്നതെന്നും മേയർ VV രാജേഷ്. തുടർന്ന് അദ്ദേഹം കത്ത് വായിച്ചു. ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് നൽകണമെന്ന ആവശ്യമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കത്താണെന്നും സ്വന്തം നിലയിൽ സ്പോൺസറെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുമെന്നും മേയർ പറഞ്ഞു. അതേസമയം നമുക്കിനി ബജറ്റ് പ്രഖ്യാപനം കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിനിടെ നടന്ന ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഓരോ വർഷവും അനുവദിക്കേണ്ട പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പദ്ധതികളൊക്കെ തന്നെ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് അനുവദിച്ചിട്ടുള്ളപ്പോൾ തന്നെ നിരവധി മേഖലയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടി ഈ ബജറ്റിലൂടെ സാധിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഏറ്റെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപക്ഷെ ചലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയാം. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് സ്വന്തമായി ഒരു കിടപ്പാടമില്ല എന്നുള്ളത്. പലർക്കും ഭൂമിയുണ്ട്, വീട് വയ്ക്കാൻ പണമില്ല. കുറെ പേർക്ക് ഭൂമിയുമില്ല, വീടുമില്ല. അപ്പോ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതി ചുമതലയിൽ ഏറ്റതിനു ശേഷം ഞങ്ങളുടെ മുൻപിൽ, മേയറുടെ മുൻപിലും ഡെപ്യൂട്ടി മേയറുടെ മുൻപിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുൻപിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള ആവശ്യക്കാരിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്തവരാണ്, പട്ടിണി പാവങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. സ്ഥലം ഒക്കെ ഉണ്ട്, കോർപ്പറേഷനിൽ നിന്നും ഒക്കെ കിട്ടിയ സ്ഥലമുണ്ട്. പക്ഷേ അടുത്ത ഘട്ടം വീട് വയ്ക്കാൻ പണമില്ല. മറ്റുള്ളവർക്ക് സ്ഥലവും ഇല്ല, വീടുമില്ല. അപ്പൊ ഇക്കാര്യങ്ങളെ കുറിച്ച് ഭരണസമിതി കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഡൽഹിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 കൗൺസിലർമാർ നടത്തിയ യാത്രയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2000 പേർക്ക്, ഭവനരഹിതരായ 2000 പേർക്ക് ഭൂമി കിട്ടി. അവർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അടുത്ത എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് വയ്ക്കാനുള്ള അവസ്ഥയിലാണ്. അവർക്കത് സാധിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല. PMAY പദ്ധതിയുടെ ലോഗോ ഉണ്ട്. അത് ഏതൊരു പദ്ധതിക്കും ഒരു എംബ്ലം ഉണ്ടാവും, ഒരു ലോഗോ ഉണ്ടാവും. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എംബ്ലം ഉണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ ഒരു പദ്ധതിക്ക്, ഒരു പ്രോജക്റ്റിന് ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാത്തത് കൊണ്ടാണ്, സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി കൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, അർഹരായവർക്ക് വീട് കിട്ടാത്തത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും
ഗവൺമെന്റിന്റെ കയ്യിലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലും അതാത് കോർപ്പറേഷന്റെയും പഞ്ചായത്തുകളുടെയും കീഴിലൊക്കെ തന്നെ അവരവരുടെ വിഹിതമുണ്ട്, പണമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പിടിവാശിയാണ് ഈ കരാറിൽ ഒപ്പിടാത്തത്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി ദുരന്തവും ദുരിതവും അനുഭവിക്കുകയാണ്. പലരും മരണപ്പെട്ടു പോകുന്നു. ഒരു വീട് സ്വന്തമായ ഒരു സ്വപ്നം എന്നുള്ളവർ അത് നടപ്പിലാക്കാൻ പറ്റാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പിടിവാശി കൊണ്ട് അവർ മരണപ്പെട്ടവർ പലരും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമായതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിലും പദ്ധതി മുടങ്ങരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂമി ലഭിച്ചിട്ടുള്ള മറ്റുള്ള രേഖകളൊക്കെ തയ്യാറായിട്ടുള്ള 2000 പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈയെടുത്ത് വീട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ PMAY എന്നുള്ളൊരു പദ്ധതി നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾ ആ പദ്ധതിക്ക് ഡെപ്യൂട്ടി മേയർ അത് അവതരിപ്പിച്ചപ്പോഴേക്കും വ്യക്തമായിട്ട് പറഞ്ഞു, PMBY പ്രധാനമന്ത്രി ഭവൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് പ്രധാനമന്ത്രി ഭവൻ യോജന എന്നുള്ള തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഉള്ള 2000 പേർക്ക് കോർപ്പറേഷൻ വീട് കൊടുക്കും. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ ലഭ്യമാകുമെങ്കിൽ ഞങ്ങൾ അതും പ്രയോജനപ്പെടുത്തും. ഇനി ലഭ്യമായില്ലെങ്കിലും ഇവർക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വീട് കൊടുക്കും. ഇതാണ് ഈ ബഡ്ജറ്റിൽ ആദ്യമായി പറയാനുള്ള ഒരു വ്യത്യസ്തത. മറ്റൊന്ന് നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തകരെ കാണാൻ വേണ്ടി വരുന്ന മേയറെയൊക്കെ ഉൾപ്പെടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ കാണാൻ വരുന്ന ആവശ്യക്കാരിൽ നല്ലൊരു വിഭാഗവും ആരോഗ്യ മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അവരുടെ അവരുടെ ചികിത്സ, അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ചികിത്സ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടണം എന്ന് ഈ ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഒരു ദിവസം കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് ഒന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു പോലും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ റൂമുകളിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ 50%, 40% മുതൽ 50% വരെ വില കുറച്ച് മരുന്നുകൾ ലഭിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് HLL ചേർത്തിട്ട്. അപ്പൊ 101 വാർഡിൽ സ്ഥാപിക്കുകയാണ് എല്ലാ കൗൺസിലർമാരും. അപ്പോൾ ചുമതല ഏറ്റെടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു 101 വാർഡിനെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള വികസനമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിന് ശരിയാവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡീറ്റെയിൽ ചെക്കപ്പുകൾ ആയിക്കോട്ടെ, അത് നടത്തുമ്പോഴേക്കും 1000-കണക്കിന് രൂപയാണ് ആകുന്നത്. അതിന് ഏകദേശം അതിന്റെ പകുതി തുകയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കണക്കിന് 2 വാർഡുകൾ ചേർന്നുകൊണ്ട് ഒരു ലാബ്, ഹിന്ദ് ലാബിന്റെ സെന്ററുകൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അപ്പൊ 2 വാർഡുകൾക്ക് ചേർന്ന്, തൊട്ടടുത്തുള്ള 2 വാർഡുകൾക്ക് ചേർന്ന് ഒരു സെന്റർ എന്നുള്ള നിലയ്ക്ക് എവിടെയൊക്കെയാണെന്നുള്ള പിന്നീട് 50 സെന്ററുകൾ ആരംഭിക്കാൻ HLL ധാരണയിലെത്തി.